ജാർഖണ്ഡിൽ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ 4 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. വെസ്റ്റ് സിംഗ്ഭൂം ജില്ലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. നോബൽ മാരിക്കാരം വിശദാംശങ്ങളുമായി. നോബൽ, മാവോയിസ്റ്റുകളെ കൊന്നൊടുക്കുന്നു എന്ന പേരിൽ ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് തുടങ്ങിയിടങ്ങളിൽ. പുതിയ വാർത്ത എന്താണ്? നികേഷ്, കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഛത്തീസ്ഗഡിലാണ് വ്യാപകമായി ഇത്തരത്തിൽ മാവോയിസ്റ്റ് വേഡ് റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ ജാർഖണ്ഡിലും ഇപ്പോൾ 4 മാവോയിസ്റ്റുകളെ വധിച്ചു എന്ന റിപ്പോർട്ടാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. CPI മാവോയിസ്റ്റിൽപ്പെട്ട 4 പേരാണ് ഇതിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്ന് അറിയാൻ കഴിയുന്നു. അതിലൊരു വനിതാ മാവോയിസ്റ്റും അടങ്ങിയിട്ടുണ്ട് എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. CRPFും അതോടൊപ്പം തന്നെ കമാൻഡോ ബറ്റാലിയനും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഈ ഏറ്റുമുട്ടൽ ഉണ്ടായത്. പിന്നാലെയാണ് മാവോയിസ്റ്റുകളെ വധിച്ചത് എന്നാണ് പോലീസ് വിവരം നൽകുന്നത്. ഈ വധിച്ചവരിൽ, അതായത് കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളിൽ സോണൽ കമാൻഡറും ഒപ്പം സബ് സോണൽ കമാൻഡറും ഏരിയ കമാൻഡറും ഉൾപ്പെടുന്നു എന്ന വിവരവും പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. ചായ്ബസിൽ 2 മാവോയിസ്റ്റുകളെ പിടികൂടിയതായും ജാർഖണ്ഡ് പോലീസ് ഈ ഘട്ടത്തിൽ വിവരം പങ്കുവയ്ക്കുന്നു. എന്താണെങ്കിലും ഈ മേഖലയിൽ മാവോയിസ്റ്റുകൾ ഉണ്ട് എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് CRPFും ഒപ്പം കമാൻഡോ സംഘവും പരിശോധനയ്ക്ക് ഇറങ്ങിയത്, കമാൻഡോ ബറ്റാലിയൻ സംഘവും പരിശോധനയ്ക്ക് ഇറങ്ങിയത് എന്ന വിവരമാണ് ഇപ്പോൾ പോലീസ് നൽകുന്നത്. അതിന് പിന്നാലെ മാവോയിസ്റ്റുകൾ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ, സുരക്ഷാ സേനയ്ക്കെതിരെ വെടിവെക്കാൻ തിരിച്ചാണ് പ്രത്യാക്രമണം ഉണ്ടായത് എന്നും അറിയാൻ കഴിയുന്നു. CPI മാവോയിസ്റ്റിൽപ്പെട്ട മാവോയിസ്റ്റ് അംഗങ്ങളെയാണ് ഇപ്പോൾ വധിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വനിതാ മാവോയിസ്റ്റ് ഉൾപ്പെടെ ഇതിൽ ഉൾപ്പെട്ടിരുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക്. ചില ആയുധങ്ങൾ അടക്കം ഇവരുടെ ഭാഗത്ത് കണ്ടെത്തിയിട്ടുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഈ മേഖല പൂർണ്ണമായും അടച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് വിവരം ഉള്ളത്. ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ 6 മാസത്തിടെ 134 മാവോയിസ്റ്റുകളെയാണ് വധിച്ചത് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാം ആ ബെൽറ്റിലുള്ള അല്ലെങ്കിൽ അയൽ സംസ്ഥാനങ്ങളാണ് ഈ പറയുന്ന സംസ്ഥാനങ്ങളെല്ലാം. ഇവിടെയൊക്കെ ശക്തമായ മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ട് എന്നടക്കമുള്ള വിവരങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധനകളെല്ലാം നടക്കുന്നത് എന്നാണ് പോലീസ് ഇതിൽ നൽകുന്ന വിശദീകരണം. നികേഷ്.